ഇവിടെ മുയൽ മിസ്റ്റർ റാബറ്റ്. പക്ഷെ കണ്ട ഓർമ്മ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയതാ. സോറി. ഓ പിടിച്ച്. സോ ഞാൻ ആ മറ്റേ അയ്യോ അമ്മ ഫോണായി വന്നതായിരുന്നല്ലേ. ഹായ് പ്ലീസ് ഗോ ആൻഡ് ഡൈ. ഒന്ന് മരിച്ചൂടെ ആ ഒരു സാധനത്തിനകത്തോട്ട് ചാടി. ഓ What is up guys and welcome back to നമ്മുടെ ഗ്രാനിയുടെ ഈസ്റ്റർ അപ്ഡേറ്റ്. സോ നമ്മുടെ ഈസ്റ്റർ അപ്ഡേറ്റിനകത്ത് നമുക്കറിയാം ഒരു മുയൽക്കുട്ടൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ട് നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ കമന്റ്സിൽ നിങ്ങൾ എനിക്ക് ഒരുപാട് ഐഡിയാസ് തന്നിട്ടുണ്ട്. സോ ആ ഐഡിയാസ് വെച്ച് നമ്മൾ ഇന്ന് എസ്കേപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ അധികം പക്ഷേ ടൈം കളയുന്നില്ല. എന്തായാലും നമുക്ക് വീഡിയോക്കകത്തോട്ട് പോവാം. സോ ഞാൻ കണ്ടിന്യൂ കൊടുത്ത് നമ്മുടെ ഗ്രാനിയുടെ വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ആസ് യൂഷ്വൽ നമുക്ക് 5 ദിവസമാണെന്നുള്ളത് നമ്മുടെ ഡേ 1 സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ഒരു ആഗ്രഹപ്രകാരം നമുക്ക് പെട്ടെന്ന് സാധനങ്ങൾ കണ്ടുപിടിച്ച് പെട്ടെന്ന് ഡമാർ പടാറായിട്ട് രക്ഷപ്പെടണം ഗൈസ്. പറ്റുന്ന ആണെങ്കിൽ നമുക്ക് ഗ്രാനിക്കും മറ്റേ മുയലിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. മുയൽ ദേണ്ടാ നിൽക്കുന്നേ, തുടക്കത്തിലേ വന്ന് നിൽക്കുവാണ് കൊച്ചു ഗള്ളൻ. അപ്പോൾ നമ്മളെ കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എങ്കിൽ പണിയാവും നമുക്കത്. ഞാനൊരു കാര്യം പറഞ്ഞു, നമുക്ക് ഇവിടെ ഒളിച്ചിരുന്നാലോ കുറച്ചു നേരം ഇവരെയൊക്കെ ഒളിച്ചിരുന്ന് പറ്റിക്കാം. നമുക്ക് ഒളിപ്പോര് നടത്താം. ഒളിപ്പോര് സ്പാർക്ക് പ്ലഗ് ഇരിപ്പുണ്ട്, അതിൻ്റെ അടിയിൽ കോഡ് ഇരിപ്പുണ്ട്. ഇത് രണ്ടും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണ്. സോ ആരെങ്കിലും പറഞ്ഞതിന് മുമ്പേ അമ്മമാർക്കേ രണ്ടെണ്ണത്തിന് ഇച്ചിരി ബുദ്ധി കൂടുതലാണ്, മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ ഗ്രാനി 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 അകത്തോട്ട് വാ, ഉള്ളവാ ഗ്രാനി ഉള്ളവാ. അങ്ക നിക്കാതെ നീ ഇങ്ക. അയ്യോ കസേര മാഞ്ഞുപോയി. അയ്യോ ഈ കസേരനെ ഇവിടെ തള്ളിയിട്ടാലോ, എന്നിട്ട് നമുക്ക് ഇതിലേ പോയാലോ ഗൈസ്. ഞാൻ കസേര അവിടെ തള്ളിയിട്ട സ്ഥിതിക്ക് എൻ്റെ ഒരു വിശ്വാസപ്രകാരം അമ്മൂമ്മ അങ്ങോട്ട് പൊക്കാണ്. മുയൽ മണ്ടൻ അങ്ങോട്ടും പോയി. ഓ ഹാമർ കിട്ടി. ഹാമർ കൊണ്ട് ഇന്നേക്കൊരു പുടി. ലെറ്റ്സ് ഗോ. എടാ അവിടുത്തെ റൂം കൂടെ നോക്കിയിട്ട് വന്നാൽ മതി. ഇതിവിടെ ഇട്ടേക്കാം. അവിടെ ആ കീ ആണ് നമുക്ക് എടുക്കേണ്ടത് ആദ്യമേ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സ്ലെൻഡറിനെ രക്ഷപ്പെടുത്താൻ നോക്കിയത്. സോ ആദ്യമേ തന്നെ നമുക്ക് താഴോട്ട് എല്ലായിടത്തും വന്ന് നോക്കാം. ഇത് തുറക്കാൻ പറ്റത്തില്ല, സോറി ഞാനത് മറന്നുപോയി. ഒരു നിമിഷം ഞാനത് മറന്നുപോയി. അത് 2 പ്രാവശ്യം 2 ബോണറ്റുള്ള കാറാണ് കേസ്. അത് അങ്ങനത്തെ ഒരു കാറിന് വഴിയില്ല ഇങ്ങോട്ട്. ചുറ്റി വരാൻ വഴിയില്ലടാ. ഉണ്ടായിരുന്നല്ലോ, ചുറ്റി വരാൻ വഴിയില്ല കേട്ടോ. ഇവിടെയൊക്കെ അടച്ചിട്ടുണ്ട്. അത് പണിയാവും. സോ ഇവിടെ ഒന്നും വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. സോ ഞാൻ പറയുന്നത് ഈ ഗ്യാപ്പിൽ നമുക്ക് വീണ് ചാവല്ലേ മോനെ, പണി കിട്ടും കേട്ടാ. അയ്യോ ദേ കണ്ട് മറത കണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ഗ്യാപ്പിൽ വേറെ എന്തെങ്കിലും കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല. നോക്കിയാലോ. ഇവിടെ ഒന്നുമില്ല. ദേ അമ്മൂമ്മ പറഞ്ഞു. ഗ്രാനി. സോ ഞാൻ പറയുന്നതേ എന്തായാലും അവിടെ ഒന്നും ഞാൻ കണ്ടില്ല. സോ ഈ ഗ്യാപ്പിൽ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അരിച്ച് പറക്കി വയ്ക്കാം. സൂപ്പർ. പെപ്പൺ കീ അമ്മൂമ്മ. പെപ്പൺ കീ കിട്ടി. ഒരു പെപ്പൺ കീ എടുക്കട്ടെ. രണ്ടും ചിരിച്ചോണ്ട് കരഞ്ഞോണ്ട് തടാ. അയ്യോ വഴി തെറ്റിപ്പോയി. ഇതേ അവിടെ ഏഞ്ചലീനയുടെ ബുക്ക് ഇരിപ്പുണ്ട്. ഏഞ്ചലീനയുടെ ബുക്ക് ആദ്യം തന്നെ എൻ്റെ കണ്ണിൽ പെട്ടു. സോ ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ ഒന്നും എഴുതിയൊന്നും കാണാനില്ല. അവിടെ എന്താ കാർക്കി, നമ്മളെ കാർക്കിയും കിട്ടിയിട്ടുണ്ട്. കാർക്കി അമ്മൂമ്മ എന്തോ പറയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ല. ഗ്രാൻഡ് പേയുടെ ബേസിന്റെ യൂസ് എനിക്ക് അറിയത്തില്ല. സോ തൽക്കാലം നമുക്ക് അത് എടുക്കണ്ട. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ വെപ്പൺ എടുത്തിട്ട് കഴിഞ്ഞ ഉണ്ടെടുക്കാതെ പോണ ഉണ്ടിടറാ. ഓക്കെ, വെപ്പൺ എടുത്ത് അമ്മൂമ്മയുടെ ഹെഡ് ഷോട്ട് അടിക്കാതെ എനിക്കൊന്നും ഉറക്കം വരത്തില്ല. ഗ്രാനേ ഞാൻ പറയാം, നമുക്ക് ആദ്യം അമ്മൂമ്മയെ കണ്ടുപിടിക്കാം. ഈ കൊച്ചുണ്ടാപ്പറി അല്ലാതെ ഗ്രാനി എൻ്റെ അടുത്തോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഈ കൊച്ചുണ്ടാപ്പറി കറക്റ്റായിട്ട് അവിടെ ഒന്ന് നടക്കുന്നു. ചെവരിലോട്ട് നടക്ക്. നീ ചെവരിലോട്ട് വാ. നീ കയറി വാ. നീ അടിച്ച് കയറി വാ. ഒന്ന് ഇറങ്ങി പോവോ? വീണ്ടും അഭിനയിക്കണം. അവനെ ചെവറിന്റെ അവിടെ നിന്ന് മൂൺ വാക്ക് ചെയ്യുന്നു. കുക്കാണു. അവൻ എങ്ങോട്ടോ നടന്ന് അതിൻ്റെ അകത്തോട്ട് അവിടെ ഗ്യാസോലിൻ ഞാൻ കണ്ടുപോലുമില്ലായിരുന്നു. നടന്ന് അവൻ അങ്ങോട്ട് കയറി പോയോന്ന് ചോദിക്കാൻ നേരത്തിന് ഗ്യാസോലിൻ കൺമുമ്പിൽ കൈ വെള്ളയിൽ വെച്ച് തന്നു അമ്മുമ്മ. ഈ സൗണ്ട് കേട്ട് എന്തായാലും അമ്മുമ്മ വരും. അമ്മുമ്മയ്ക്ക് ഒരെണ്ണം കൊടുക്കണം. ഒരെണ്ണം കൊടുത്ത് നീ വാടി സുന്ദരിയെ വാ. വാക്കാത്ത തന്നെ പോയി. സുന്ദരിയെ വാന്ന് വിളിച്ചോണ്ടാണോ അമ്മൂമ്മയുടെ വാക്കാത്ത പോയത്? എന്തായാലും കുഴപ്പമില്ല. ഞാൻ എന്തോ കണ്ടായിരുന്നല്ലോ ഇവിടെ. ബുക്ക് നമുക്ക് ഈ ബുക്ക് ഇവിടെ ഉണ്ടായി. അത് എൻ്റെ ഇദ്ദേഹത്താണല്ലോ അത് കൊണ്ടത്. ഓക്കെ പോയേക്കാം. അത് കറക്റ്റ് ആ സാധനം എൻ്റെ മണ്ടയിൽ ഇട്ടുകൊണ്ട് അത് മാഞ്ഞു പോയി കേട്ടോ. പക്ഷേ ട്രാപ്പിൽ ഞാൻ കുടുങ്ങുകയും ചെയ്തു. ഇതൊരു വൻ അബദ്ധമായി പോയോ? കൊച്ചുണ്ടാപ്പറയെ കാണാനില്ല. അവൻ മുയൽ മിസ്റ്റർ റാബറ്റ്.
മരണം വരുമൊരു നാൾ ഓർക്കുക റാബിറ്റേ. ബുക്കാണോടാ? അവിടെ കാണാനില്ല. ഓക്കെ, നമുക്ക് ഈ ഗ്യാപ്പിൽ നമ്മുടെ സുന്ദരിക്ക് അത് കൊടുക്കാം. സുന്ദരിയുടെ ബുക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അയ്യോ കണ്ട്. അങ്ങി വാ കേട്ടാ, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. ഐ വിൽ വെയിറ്റ് ഹിയർ. യു കമ്മേ. കോഡെങ്കിൽ കോഡ്. ഈ ഗ്യാപ്പിൽ ആ കോഡ് ഞാൻ എടുത്തു. പക്ഷെ എൻ്റെ കയ്യിലോട്ടത് വന്നില്ല, അത് എങ്ങോട്ടോ പോയി. ഓക്കെ, ഞാൻ പറയുന്നത് ഈ ഗ്യാപ്പിൽ നമുക്ക് താഴെ പോയിട്ട് ഒന്നുകൂടെ നമുക്ക് ഇവിടേക്കൊന്ന് അരിച്ച് പറക്കിയേക്കാം. നമുക്ക് ഇനി വേണ്ടത് മറ്റേ ചെയിൻ കട്ടർ വേണോടാ. ചെയിൻ കട്ടറൊന്നും ഞാൻ നോക്കിയെടുത്തില്ല. സോ ഇവിടെ നിന്നൊന്നും കാണുന്നില്ല. ഞാൻ പറഞ്ഞത് നമുക്ക് മറ്റേ അതിൻ്റെ അകത്തോട്ട് നമ്മൾ എല്ലാ സ്ഥലവും ഒന്ന് നോക്കിയില്ലല്ലോ. ടണലിൻ്റെ അടിയിലോട്ട് പോയില്ല. ടണലിൻ്റെ അടിയിലോട്ടൂടെ പോയി നോക്കാം. നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ ഇനി വേണ്ടത് ചെയിൻ കട്ടറാണ്. സോ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മരിച്ച മറ്റൊരു സാധനം ഇല്ലേ, അത് നമ്മൾ ട്വിൻസ് ഗെയിമിൻ്റെ കോപ്പി പോലത്തെ സാധനമാണ്. ആ ഒരു റെഫറൻസ് വെച്ച് അവർ ക്രിയേറ്റ് ചെയ്തതാണ്. അതുപോലെ ഇവിടെ പോകണമെങ്കിൽ നമുക്ക് ലാൻഡ് മൈൻ വാങ്ങിക്കണമെന്നും പറഞ്ഞു. പക്ഷേ ലാൻഡ് മൈൻ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കോയിനും ഇല്ല. ലാൻഡ് മൈൻ വാങ്ങിക്കണമെങ്കിൽ എത്രയോ കോയിൻ വേണം ഗൈസ്, എത്രയോ കോയിൻ വേണം. ആ കോയിനൊന്നും എൻ്റെ ഇല്ല. നമ്മൾ കളിച്ചാലേ കിട്ടത്തുള്ളൂ. ഇവിടെ മാസ്റ്റർ കീ ഇട്ടിപ്പുണ്ട്. മാസ്റ്റർ കീ നമുക്ക് വേണ്ട. ഇവിടെ നമ്മളെ സേഫ് കീ ഇരിപ്പുണ്ട്, അതിന് നമുക്ക് വേണ്ട. സേഫ് കീ വേണോ? സേഫ് കീ വേണം, സേഫ് കീ വേണം, സേഫ് കീ വേണ്ട. ഇതെന്താ? ഓ ഫ്രണ്ടു പേടിച്ചു പോയില്ലല്ലോ ഞാൻ. ഇവിടെ ടണൽ എന്ത് ചെയ്യടാ? ഓക്കെ, ഈ ടണൽ വഴി നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഒരു പരിപാടി ചെയ്യാം. നമുക്ക് ഈ സാധനം വെച്ച് കട്ട് ചെയ്യണം. സോ നമുക്കിത് കട്ട് ചെയ്യണത് ആദ്യം നമ്മുടെ ഏഞ്ച് കുട്ടിയുടെ നിന്ന് നമുക്ക് ആ കീ വാങ്ങിക്കണം ഗൈസ്. ഇതോടെ കിടന്നോട്ടെ. ആ അമ്മുമ്മക്കിളി വായാടി തന്നെ, വായി തന്നെ വീണ്ടും കേട്ടോ തന്നെ നன்றി. സോ ഇനി മുയലിനെയാണ് നമ്മൾ പേടിക്കേണ്ടത്, അവനെയാണ് നമ്മൾ ഭയക്കേണ്ടത് ഗൈസ്. അവൻ മിക്കവാറും മേളിൽ തന്നെ ആയിരിക്കും കേട്ടാ. മിക്കവാറും ഏഞ്ചുവിന് കമ്പനി കൊടുക്കണമായിരിക്കും. ഓക്കെ, അവനിവിടെ കാണാനില്ല. സോ ഞാൻ ഇതിനവിടെ താഴെ ഇട്ട് എന്നിട്ട് ആപ്പിൾ മോൺസ്റ്റർ കീ എടുത്ത്. സോ നമുക്കിനി ആപ്പിൾ മോൺസ്റ്ററിനെ കണ്ടുപിടിക്കാൻ പോകാം. ഒരു ആപ്പിൾ എടുക്കട്ടെ. അത് മിക്കവാറും താഴെ കാണുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. എനിക്ക് അറിയത്തില്ല, എൻ്റെ മനസ്സ് പറഞ്ഞാൽ അതൊക്കെ സത്യമാണ്. നമ്മൾ കള്ളം പറയാതെ, കള്ളം പറയുന്നത് എൻ്റെ നിഘണ്ടുവിലേ ഇല്ല. സോ കണ്ട, ഞാൻ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മൾ അപ്പുറത്തോട്ട് എടുത്ത് എറിയുമ്പോൾ അമ്മുമ്മ ഇവിടെ വീണ് മരിക്കുമെന്നാണ്. സോ ഞാൻ എന്തായാലും ഇതിവിടെ ഇട്ടേക്കാം, കാരണം അമ്മുമ്മ ഇപ്പം ഇല്ലല്ലോ. ഇപ്പം നമ്മൾ ഇത് വെച്ച് പണി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പണിയാവും. സോ നമുക്ക് കട്ട് ചെയ്യേണ്ട ഒരെണ്ണം അവിടെ ഉണ്ട്. സോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഇതെല്ലാം കട്ട് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എല്ലാം മറ്റത് മാറിയില്ലായിരുന്നു. സോ ഇവിടെ ഒരു കട്ട് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്തായിരുന്നു. ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. വേറെ എവിടെയൊക്കെ കട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. സോ നമ്മൾ കട്ടിങ് പ്ലെയർ എടുത്തുകൊണ്ട് എവിടെ ഒരെണ്ണമുണ്ട്. സോ കട്ടിങ് പ്ലെയർ എടുത്ത് നമുക്ക് കട്ട് ചെയ്യാം. എനിക്ക് അറിയാമെന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരെണ്ണമുണ്ട്. സോ ഇതിൻ്റെ അകത്ത് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്തായിരുന്നു. ഇത് കട്ട് ചെയ്തേക്കാം. സോ ഇനി കട്ട് ചെയ്യാനുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് ഇതോ മറ്റവനവിടെ നിൽപ്പുണ്ട്. ഇവിടെ കട്ട് ചെയ്യാനുണ്ട്. സോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാടാ. ഇവിടെ ഒരെണ്ണമുണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കട്ട് ചെയ്തില്ലാന്ന് തോന്നുന്നു. പക്ഷെ കണ്ട ഓർമ്മ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയതാ. സോറി. പിടിച്ച് എടാ, ഞാൻ അവൻ്റെ അടുത്ത് എത്തുന്നില്ലടാ. പക്ഷെ അവ അതിന് മുമ്പ് എന്നെ പിടിക്കുന്നുണ്ട്. ദിസ് ഈസ് ചീറ്റിംഗ് അല്ലേ? നിങ്ങൾ എന്നെ പറയും ഇത് ചീറ്റിംഗ് അല്ലേ? ഞാനൊന്ന് ഞെട്ടി കേട്ടോ ചെറുതായിട്ട്, പെട്ടെന്നൊന്നും ഫ്രണ്ടിൽ നിന്നപ്പോൾ. പക്ഷെ പ്രശ്നമില്ല, നമ്മൾ ഓൾമോസ്റ്റ് എസ്കേപ്പിൻ്റെ ഈ വക്കിൽ തുമ്പിൽ അറ്റത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും ഒരു വിഷയമേ അല്ല. കണ്ട, കട്ടിങ് പ്ലെയർ വരെ ഞാൻ സ്പൈഡർമാൻ ആയതുകൊണ്ട് വല വിട്ട് ഞാൻ എടുത്ത്. അമ്മുമ്മ ഇതിനകത്തില്ലെങ്കിൽ രക്ഷപ്പെട്ട്. സോ അമ്മുമ്മയ്ക്ക് ഒരെണ്ണം കൊടുക്കണം. ഇനിയിപ്പോൾ അമ്മുമ്മ സ്പോണായി വരും. സോ അമ്മുമ്മയ്ക്ക് കൊടുത്തില്ലെങ്കിൽ അമ്മുമ്മയ്ക്ക് സങ്കടം വരും. സങ്കടം കൊടുക്കുകയാണ് എൻ്റെ അമ്മുമ്മ. ബമ്മനെ ബാ ഓടിവാ, തുള്ളിച്ചാടിവാ, ഓടിവാ കണ്ണാ, ചാടിവാ മുയലേ. നമ്മളെ മുയൽക്കുട്ടൻ അങ്ങനെ വരുന്നുണ്ട്. അമ്മുമ്മ ഇതിലേ വന്നാൽ നമ്മൾ വലിച്ച്, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സോ ഞാൻ ആ മറ്റേ അയ്യോ അമ്മുമ്മ സ്പോണായി വന്നതായിരുന്നല്ലേ. ഹായ്, എന്താണ് നോക്കണത്? പിന്നെ കണ്ടില്ലേടാ? കണ്ടു കാണുമല്ലോ, കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തോന്നു നോക്ക്. ഇവിടെ മന്ദബുദ്ധി സത്യം നമ്മൾ കണ്ടില്ല, കാരണം ചേസ് മ്യൂസിക് ഒന്നും വന്നില്ലല്ലോ. ഇനി അവിടെ തിരിയുമ്പോൾ കാണും കേട്ടോ. പക്ഷെ നീ നിൽക്കാം, കുറച്ചുകൂടെ മാറി നിൽക്കാം. ഫൊക്കോ. പോയി. സുന്ദരിക്കുട്ടി കണ്ടടാ. ഞാൻ ആ ഗണ്ണ് എവിടെ ഇട്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞ. ഇനി വന്നേനീ എന്നാ അടിച്ചോ. ഓ ശൂലം കുത്തിയതാ കവിളിൽ, അതുകൊണ്ട് മാറിയില്ലേ. സോ അവിടത്തെ കട്ട് ചെയ്തു. ഇനി എവിടെയൊക്കെ കട്ട് ചെയ്യേണ്ടത് എനിക്ക് അറിയത്തില്ല. എടാ, ഈ അമ്മൂമ്മയും കൊണ്ട് നമുക്ക് താഴോട്ട് പോയാൽ മതിയായിരുന്നു. അയ്യോ ബ്രോ, സോറി ബ്രോ, ബൈ ബ്രോ. സോ ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിക്കണമായിരുന്നു കേട്ടാ. സോ വേറെ എവിടെയാ കട്ട് ചെയ്യാനുള്ളത്? ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ. അവ ഇങ്ങോട്ട് വരുവാടാ.
സോ ഇവിടെ കട്ട് ചെയ്തു, അതിൻ്റെ അകത്ത് കട്ട് ചെയ്തു. സോ ഇനി താഴോട്ടുള്ളത് മാത്രമേ നമുക്ക് കട്ട് ചെയ്യാവുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇതെടുത്തോണ്ട് പോയാലോ. അമ്മയെ ഇനി നമുക്ക് കൊല്ലണ്ട ഗൈസ്, കാരണം കൊന്ന് മടുത്ത് ഞാൻ. സോ നമുക്ക് ഇത് കട്ട് ചെയ്യാം. ഇനി ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ കറണ്ടിൻ്റെ സാധനം തീരും. ഞാൻ എൻ്റെ വിശ്വാസം കേട്ടോ, കറണ്ടിൻ്റെ സാധനം പോയി. ഇനി അമ്മൂമ്മ ഇങ്ങനെ വന്നാൽ നമുക്ക് കുശാൽ, നമുക്ക് എസ്കേപ്പ് ആവാന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നമ്മളെ ട്വിൻസിലുള്ള സെറ്റപ്പാണ്. എങ്കിൽ അമ്മൂമ്മ ഇവിടെ വരുന്നു, നമ്മൾ ഈ സാധനം തുറക്കുന്നു, അമ്മൂമ്മ പുറത്തിറങ്ങുന്നു, വെടികൊള്ളുന്നു, വെടികൊണ്ട് പന്നിയെ പോലെ മരിച്ചു വീഴുന്നു. വെടിയല്ല കൊള്ളുന്നത്, ഈ സാധനത്തിൽ വീഴുന്നതാ. എങ്കിലും കൊള്ളാം. സെത്ത് പോട്ട്. സോ എൻ്റെ ഒരു വിശ്വാസ പ്രകാരമേ നമുക്കിപ്പോൾ സ്പോൺ ആവുമെന്നാണ് തോന്നുന്നത്. അതല്ല ഞാൻ പറയാൻ വന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വേറൊരു ഡോർ ഉണ്ടല്ലോ ഗൈസ്. അതായത് ഈ ഡോർ എനിക്ക് തോന്നുന്നു നമ്മളെ ഫ്യൂസിൻ്റെ സെറ്റപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു നിഗൂഢതയുണ്ട്. ആ നിഗൂഢത നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയുക. എങ്കിൽ നമുക്ക് ഇതിപ്പോൾ എസ്കേപ്പ് ആവുന്നതാണ് എൻ്റെ വിശ്വാസം. മറ്റോ വരുന്നത് അവിടെ മറ അവിടെ നിന്ന്. എങ്കിൽ നമുക്ക് അത് വേറൊരു എസ്കേപ്പായിട്ട് നമുക്ക് കളിക്കുന്നതായിരിക്കും. അവിടെ നിഗൂഢത ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അതിൻ്റെ പുറകിൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പറയണമെങ്കിൽ നമുക്ക് അത് മറ്റൊരു എസ്കേപ്പായിട്ട് കളിക്കാം. സോ അമ്മൂമ്മ ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് നമ്മൾ. അമ്മ ഒരുപാട് നേരമായി. ഞാൻ മിസ്റ്റർ ബീൻ്റെ മീം ഇടട്ടെ. എപ്പോൾ വരുമെന്നൊന്നും എനിക്കറിയത്തില്ല ഗൈസ്. അമ്മുമ്മ എന്ന് വരും നീ, അമ്മുമ്മ എന്ന് വരും നീ. കുറേ നേരമായി കേട്ടോ, ഇതുവരെ കണ്ടില്ല. ഒന്നും ഇട്ടാലാ. ഇത് 2 മിനിറ്റ് 1.5 മിനിറ്റ് എന്തോണം. അമ്മുമ്മ സുന്ദരി ഇങ്ങനെ വന്നേ നീ. വാടി സുന്ദരി വരുന്നില്ല ഗൈസ്. വാടി സുന്ദരി. ചേസ് മ്യൂസിക് ഒന്നുമില്ല ഇപ്രാവശ്യം. ചോദിക്കേണ്ട താമസം. ഇങ്ങനെ വന്നേ സുന്ദരിക്ക് ഒരു പൊട്ട് തുടൽ. സുന്ദരിയെ ഞാൻ ഇന്ന് ഈ കമ്പി വേരി വെച്ച് ഗ്രില്ലാക്കും. അവിടെ കിട. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒളിച്ച് ഒന്ന് നോക്കാം ഗൈസ്. അങ്ങ് ചെന്ന് കയറി മരിക്കുമെന്നൊക്കെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ട്വിൻസിൽ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. എടാ അതിവിടെ ഇട്ട കേട്ടില്ലേടാ ഇവര്. പോയാടാ എടാ, തേച്ചറാ നമ്മളാ. ഇങ്ങോട്ട് വന്നില്ലടാ അവര്. എൻ്റെ പൊന്നമ്മൂമ്മ, ഇതൊക്കെ ഞാൻ പിന്നെ അത് കേട്ടെങ്കിലും വരുമല്ല. ഇനിയെങ്കിലും പ്ലീസ് ഗോ ആൻഡ് ഡൈ. ഒന്ന് മരിച്ചൂടെ ആ ഒരു സാധനത്തിനകത്തോട്ട് ചാടി. സെത്ത് പോച്ച കിടക്കുന്ന കിടപ്പ് കണ്ടാ. ഈ വടിയെന്ത് ഇങ്ങനെ ഇരിക്കുന്ന? അയ്യേ മാറിയാണ്. ഞാൻ പോണേണ്. എന്തായാലും ഇത് ഞാൻ എടുത്ത് സ്വർണ്ണത്തിൽ ചെയ്തില്ല. ഞാൻ പോണേണ്. ബൈ. സോ എനിക്ക് തോന്നുന്നു നമ്മൾ എസ്കേപ്പ് ആയെന്നാണ് എൻ്റെ വിശ്വാസം. എന്ത് എസ്കേപ്പ് എന്ന് അറിയത്തില്ല. ഫോറസ്റ്റിലോട്ട് നമ്മൾ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അണ്ടർഗ്രൗണ്ട് ഫോറസ്റ്റ് എസ്കേപ്പ് എന്ന് എന്തുകൊണ്ടോ പറയാം. സോ എന്തായാലും കൊള്ളാം. ആപ്പിൾ മോൺസ്റ്റർ കീ എടുത്തിട്ട് നമ്മൾ ആ റൂം വഴി എസ്കേപ്പ്. എനിക്ക് തോന്നുന്നു ഇത് ആപ്പിൾ മരങ്ങളായിരിക്കും. ഈ ആപ്പിൾ മരങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ എസ്കേപ്പ് ആയത്. എസ്കേപ്പ് ആയിരിക്കുകയാണ്. സോ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത അതായത് നമ്മൾ ഈ റിവെഞ്ച് എസ്കേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ, അങ്ങനെ റിവെഞ്ച് എടുത്ത് അവസാനം അമ്മുമ്മയെ നമ്മൾ വടിയാക്കി അമ്മുമ്മയെ നമ്മളവിടെ കൊന്ന് ഇട്ട് പൊട്ടിത്തെറിപ്പിച്ചൊക്കെയാണ് കൊന്നത്. ലേസറിനകത്തൊക്കെ കൊണ്ടിട്ട് മന്ദബുദ്ധി ആയതുകൊണ്ട് തന്നെ ആ ലേസറിനോട് ആ സാധനങ്ങൾ നടന്നങ്ങ് കയറി പോവുകയാണ്. സ്വന്തം വീട് പോലെ. സ്വന്തം വീടാണെന്ന് തോന്നുന്നില്ലേ. എന്താണെങ്കിലും ഓക്കെ. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ്. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഭയങ്കര ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇത്രയും സിമ്പിളായിരുന്നു ഈ എസ്കേപ്പ് എന്ന് ഞാൻ അറിഞ്ഞില്ല ഗൈസ്. ഇത്രയും സിമ്പിളാണ് ഈ എസ്കേപ്പ് എന്ന്. സോ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ.